നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പാലിക്കര ടോൾ കരാറുമായി ബന്ധപ്പെട്ട് കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായ നടപടി ടോൾ കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. സർക്കാർ നടപടിയിൽ വിമർശനവുമായി DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ദേശീയപാത മരത്താക്കരയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ആസാം സ്വദേശി ലോക് ബഹാദൂറാണ് മരിച്ചത്. ദേശീയ വിരവിമുക്ത ദിനം. 19 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും ചൊവ്വാഴ്ച വിരനശീകരണ ഗുളിക നൽകണമെന്ന് ആരോഗ്യമന്ത്രി. കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM മട്ടത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 58,000-ന് താഴെയെത്തി. വിശദമായ വാർത്തകളിലേക്ക്. പാലിക്കര ടോൾ കരാറുമായി ബന്ധപ്പെട്ട് നടന്നുവരുന്ന ഡൽഹി ആർബിട്രേഷൻ ട്രിബ്യൂണലിലെ കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായ നടപടി ടോൾ കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആരോപിച്ചു. ട്രിബ്യൂണൽ നടപടിയിൽ സർക്കാരിനെ കക്ഷി ചേർക്കാൻ 2022 മാർച്ചിൽ ട്രിബ്യൂണൽ ഉത്തരവ് നൽകിയിരുന്നു. ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ റിട്ട് ഹർജിയിലെ 2024 ഏപ്രിലിലെ ഉത്തരവ് പ്രകാരമാണ് ആയത് റദ്ദാക്കിയതെന്ന് തനിക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാന സർക്കാരിന് ടോൾ കമ്പനിയെ ഒഴിവാക്കാൻ കിട്ടിയ അവസരമാണ് ഈ ഉത്തരവ് വഴി നഷ്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. കരാർ ലംഘനത്തിന്റെ പേരിൽ 678 കോടി രൂപ പിഴത്തുക ഈടാക്കുന്നതിനും കരാറിൽ നിന്ന് ഒഴിവാക്കുന്നതിനും വേണ്ടി NHAI നൽകിയ നോട്ടീസിനെതിരെയാണ് ടോൾ കമ്പനി കരാർ ആർബിട്രേഷൻ ട്രിബ്യൂണലിനെ സമീപിച്ചത്. ഈ നടപടിയിൽ സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് പ്രകാരം സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കണമെന്ന NHAIയുടെ ആവശ്യം ട്രിബ്യൂണൽ 15/3/2022 നൽകിയ ഉത്തരവിലൂടെ അംഗീകരിച്ചിരുന്നു. ഈ വിധിക്കെതിരെയാണ് സർക്കാർ തങ്ങൾക്ക് തൃശൂർ അങ്കമാലി ഇടപ്പള്ളി ദേശീയപാത നിർമ്മാണ കരാറിൽ യാതൊരു ബന്ധമില്ലെന്നും സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് കേവലം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിനും ദേശീയപാത നിർമ്മാണത്തിന് സാഹചര്യം ഒരുക്കുന്നതിനു വേണ്ടിയും ആണെന്ന് കാണിച്ചാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് റിട്ട് ഹർജിയിൽ തങ്ങളെ കക്ഷി ചേർക്കുന്നതിനെതിരെ ഉത്തരവ് സമ്പാദിച്ചതെന്നുമാണ് DCC വൈസ് പ്രസിഡന്റ് പറയുന്നത്. പാലിക്കര ടോൾ കരാർ കമ്പനിയെ കരാറിൽ നിന്നും പുറത്താക്കുന്നതിനായി നടക്കുന്ന ആർബിട്രേഷൻ ട്രൈബ്യൂണലിലെ നടപടിയിൽ നിന്നും കേരള സംസ്ഥാന സർക്കാർ ഒഴിവായത് കരാർ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. NHAI കമ്പനിയെ പുറത്താക്കുന്നതിനും അതുപോലെ തന്നെ കമ്പനിക്ക് ചുമത്തിയ പിഴ ഈടാക്കുന്നതിനും വേണ്ടിയാണ് ആർബിട്രേഷൻ നോട്ടീസ് നൽകിയത്. അതിനെതിരെയാണ് ടോൾ കരാർ കമ്പനി ആർബിട്രേഷൻ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. എന്നാൽ ആ കേസിൽ കേരള സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർക്കണമെന്ന് NHAI ആവശ്യപ്പെട്ടു. അത് കോടതി 15/3/22 ട്രൈബ്യൂണൽ ഉത്തരവ് നൽകി. പക്ഷെ അതിനെതിരെ സംസ്ഥാന സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകി. അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായി വിധി വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നടപടികളിൽ നിന്ന് ആർബിട്രേഷൻ ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായി. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിൽ അല്ലെങ്കിൽ ഇവർ ഒപ്പിട്ട് നൽകിയ സ്റ്റേറ്റ് സപ്പോർട്ട് അഗ്രിമെന്റ് പ്രകാരം ഈ ദേശീയപാതയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ടോളിന്റെ പ്രശ്നങ്ങളിലോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചത്. അതിലൂടെ വന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഈ ദേശീയപാത കരാർ ലംഘനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. കരാർ കമ്പനി കരാർ ലംഘനത്തിലൂടെ മുന്നോട്ട് പോകുന്നു. കോടികൾ കരാർ ലംഘിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കും. സർക്കാരിന് ട്രിബ്യൂണലിൽ ഹാജരായി കരാർ ലംഘനം മൂലം യാത്രക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടും കരാർ പാലിക്കാതെ യാത്രക്കാരിൽ നിന്നും കോടികൾ പിരിക്കുന്നതും സംബന്ധിച്ച് ബോധിപ്പിക്കാനുള്ള അവസരമില്ലാതാക്കിയത് മനഃപൂർവ്വമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും ടാജറ്റ് ആരോപണം ഉന്നയിക്കുന്നു.
ഇടതുപക്ഷ സർക്കാരിന്റെ കരാർ കമ്പനിക്കെതിരെയുള്ള ഇതുവരെയുള്ള മൗനം ഈ സംശയത്തെ സാധൂകരിക്കുകയാണ്. ഇക്കാര്യത്തെ സംബന്ധിച്ച് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിക്കണമെന്നും ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി വിധിക്കെതിരെ NHAI നൽകിയിട്ടുള്ള അപ്പീലിൽ മറിച്ച് ഒരു വിധിയുണ്ടായാൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഇനി കരാർ കമ്പനിക്കെതിരെ എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കമ്പനിക്കെതിരെ 2128 കോടി രൂപ NHAI കരാർ ലംഘനത്തിന്റെ പേരിൽ പിഴ ചുമത്തിയിട്ടുണ്ട്. നാളിതുവരെയായി കരാർ കമ്പനി ഏകദേശം 1475 കോടി രൂപ പിരിച്ചെടുത്തു കഴിഞ്ഞു. ഇപ്പോഴും പുതിയ നിർമ്മാണത്തിന്റെ പേരിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണെന്നും DCC വൈസ് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. ദേശീയപാത മരത്താക്കരയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ആസം സ്വദേശി 26 വയസ്സുള്ള ലോക് ബഹാദൂറാണ് മരിച്ചത്. ആൽത്തറ ജംഗ്ഷനു സമീപത്ത് വച്ചായിരുന്നു സംഭവം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ആസം സ്വദേശിയെ കാറിടിച്ചു. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരത്താക്കരയിലെ ഹോട്ടലിൽ കുക്കായി ജോലി ചെയ്യുകയായിരുന്നു ലോക് ബഹാദൂർ. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 19 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും ചൊവ്വാഴ്ച വിരനശീകരണ ഗുളിക നൽകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിരബാധ കുട്ടികളുടെ വളർച്ചയെയും പൊതുവെയുള്ള ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായതിനാൽ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചൊവ്വാഴ്ചയാണ് ഈ വർഷം വിരവിമുക്ത ദിനമായി ആചരിക്കുന്നത്. അന്ന് വിദ്യാലയങ്ങളിൽ എത്തുന്ന കുട്ടികൾക്ക് അവിടെ നിന്നും ഗുളികകൾ നൽകും. അന്ന് വിദ്യാലയങ്ങളിൽ എത്താത്ത 1 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് അങ്കണവാടികളിൽ നിന്നും ഗുളിക നൽകുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ നവംബർ 26-ന് ഗുളിക കഴിക്കാൻ സാധിക്കാതെ പോയ കുട്ടികൾക്ക് ഡിസംബർ 3-ന് ഗുളിക നൽകുന്നതാണ്. 1 മുതൽ 2 വയസ്സുവരെയുള്ളവർക്ക് പകുതി ഗുളികയും 2 മുതൽ 19 വയസ്സുവരെയുള്ളവർക്ക് ഒരു ഗുളികയും നൽകണം. ചെറിയ കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഗുളിക അലിയിച്ചു കൊടുക്കണം. മുതിർന്ന കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് ശേഷം ഗുളിക ചവച്ചരച്ചു കഴിക്കണം. അതോടൊപ്പം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയും വേണം. അസുഖമുള്ള കുട്ടികൾക്ക് ഗുളിക നൽകേണ്ടതില്ല. അസുഖം മാറിയതിനു ശേഷം ഗുളിക നൽകാവുന്നതുമാണ്. ഗുളിക കഴിച്ചതിന് ശേഷം സാധാരണയായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ല. എന്നാൽ വിരബാധ കൂടുതലുള്ള കുട്ടികളിൽ ഗുളിക കഴിക്കുമ്പോൾ അപൂർവമായി വയറുവേദന, ഛർദി, ചൊറിച്ചിൽ, ശരീരത്തിൽ തടിപ്പുകൾ തുടങ്ങിയവ ഉണ്ടായേക്കാം. എല്ലാ കുട്ടികളും വിരനശീകരണത്തിനുള്ള ഗുളിക കഴിച്ചുവെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീര വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാവ് KR നളിനി പതാക ഉയർത്തി. പ്രസിഡന്റ് ഷീല ജോർജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ വിജയിച്ച ഉഷ മാണിയെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം സംഗീത മനോജ് എന്നിവർ ക്ലാസ് നയിച്ചു. ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, ജില്ലാ സെക്രട്ടറി KS ജയ, പാർട്ടി മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CR റോസിലി, ജയന്തി സുരേന്ദ്രൻ, പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TK ഗോപി, VR സുരേഷ്, PM നിക്സൺ, ജോയിന്റ് ഭാരവാഹികളായ ബിജിത രാജൻ, അജിത മാധവൻ, രേഖ കിഷോർ, മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, കമ്മിറ്റി അംഗം സുനന്ദ ശശി എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പ് ലീഡറായി ഗ്രീഷ്ണ ഗോപാലിനെയും ഡെപ്യൂട്ടി ലീഡറായി സജിത രാജീവിനെയും തെരഞ്ഞെടുത്തു. ഇതുവരെ നമുക്ക് തോന്നാത്ത ഒരു കാര്യം അദ്ദേഹം അത് നമ്മളോട് വെളിപ്പെടുത്തിയതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നതുകൊണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ആ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് ഇപ്പോഴും ആ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത് അവർ തന്നെയാണ്. CPM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. MR രഞ്ജിത്ത്, CC ബിജു, വൃന്ദ ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്? കോട്ടങ്ങൾ മാത്രമല്ല, നമുക്ക് ആ നേട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി ചർച്ച ചെയ്യേണ്ടതായി. അങ്ങനെ സ്വയം അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു വഴിയെങ്കിലും ഒരു വഴി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന വിഷയത്തിൽ മുന്നിൽ നിന്നുപോലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നെന്മണിക്കര വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് 7.30 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു.
ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവത്തിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന് ഓവറോൾ കിരീടം. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കൂളിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, മാനേജർ C രാഗേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ, സെക്രട്ടറി വിജയൻ മേപ്രത്ത് എന്നിവർ പ്രസംഗിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം ചെറുവാൾ ശാഖയുടെ 26ാം വാർഷികവും കുടുംബ സമ്മേളനവും സംഘടിപ്പിച്ചു. സമാജം സംസ്ഥാന പ്രസിഡന്റ് PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. KR ഉണ്ണിമാഷ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MPhil കരസ്ഥമാക്കിയ ബിജിത് കുമാറിന് പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. രക്ഷാധികാരി MA കൃഷ്ണനുണ്ണി, സംസ്ഥാന ജനറൽ സെക്രട്ടറി VA രവീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ T മേപ്പിള്ളി, സമാജം സെക്രട്ടറി KD ഭാസ്കരൻ, ഖജാൻജി സജിത സുനിൽ, KK പ്രസന്നകുമാർ, KK അനന്തകൃഷ്ണൻ, ബിജിത് കുമാർ, ശ്രീനിവാസൻ കോവത്ത് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഒരാഴ്ചയ്ക്കു ശേഷമാണ് സ്വർണ്ണവില കുറയുന്നത്. പവന് 800 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 58,000-ന് താഴെ എത്തി. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 57,600 രൂപയാണ്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 7,200 രൂപയാണ്. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 5,940 രൂപയാണ്. വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല. 1 ഗ്രാം ഹാൾമാർക്ക് വെള്ളിയുടെ വില 98 രൂപയാണ്. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ MD ജോർജ് അനുസ്മരണ സമ്മേളനം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് സംഘടിപ്പിക്കും. ആമ്പല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി MD ജോർജ് മെമ്മോറിയൽ മീറ്റിംഗ് ഹാളിൽ നടക്കുന്ന യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. ATCS പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് അനുസ്മരണ പ്രഭാഷണം നടത്തും. ആമ്പക്കാട് പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് പരാക്രമം കാട്ടിയ യുവാവിനെയും 3 സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ജീപ്പിന് മുകളിൽ കയറിയത് തടയാനെത്തിയ പോലീസിനെ യുവാക്കൾ ആക്രമിച്ചു. പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ തർക്കം തീർക്കാൻ പോലീസ് എത്തിയപ്പോഴായിരുന്നു സംഭവം. ആമ്പക്കാട് പള്ളിപ്പെരുന്നാളിനിടെ ശനിയാഴ്ച രാത്രി 10:15-ഓടെയായിരുന്നു സംഭവം. യുവാക്കൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ എത്തിയതായിരുന്നു പേരാമംഗലം പോലീസ്. ഈ സമയത്തായിരുന്നു പുഴയ്ക്കൽ സ്വദേശി ആബിദ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് പരാക്രമം കാണിച്ചത്. തടയാനെത്തിയ SI ഫയാസ്, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽ, സോളമൻ എന്നിവരെയും ആക്രമിച്ചു. പോലീസുകാരെ ആക്രമിച്ച സംഘത്തിൽ ആബിദിന്റെ സഹോദരൻ അജിത്ത്, സുഹൃത്തുക്കളായ ചിറ്റാട്ടുകര സ്വദേശി ധരൻ, കുന്നത്തങ്ങാടി സ്വദേശി എഡ്വിൻ എന്നിവരും ഉണ്ടായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പള്ളിപ്പെരുന്നാളിനിടെ സംഘർഷമുണ്ടാക്കിയതിന് 15 പേർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ 100ാം വാർഷികം നടത്തി. കൊടകര ഫാർമേഴ്സ് ബാങ്കിന്റെ 100ാം വാർഷിക പൊതുയോഗവും മെമന്റോ വിതരണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് അധ്യക്ഷനായി. മുതിർന്ന പൌരന്മാരെയും മികച്ച കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗം CDCB VK മുകുന്ദൻ, MK ജോർജ്, സജീഷ് തറയിൽ, ബാങ്ക് MD VD ബിജു എന്നിവർ പ്രസംഗിച്ചു. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ വിടവാങ്ങിയിട്ട് 4 ആണ്ട് തികയുന്നു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് കളത്തിനകത്തും പുറത്തും ആവേശവും പ്രതീക്ഷയുമായിരുന്നു മറഡോണ എന്ന പ്രതിഭ. ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണ വിടവാങ്ങിയിട്ട് 4 ആണ്ട് തികയുന്നു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്ക് കളത്തിന് അകത്തും പുറത്തും ആവേശവും പ്രതീക്ഷയുമായിരുന്നു മറഡോണ എന്ന പ്രതിഭ. ബ്യൂണസ് ഐറിസിലെ തെരുവുകളിൽ നിന്ന് ഫുട്ബോൾ ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന സ്ഥാനത്തെത്തിയ മറഡോണയുടെ പ്രതിഭയുടെ ചിറകിലേറിയാണ് 1986-ൽ അർജന്റീന ലോകകപ്പ് ജേതാക്കളായത്. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ ദൈവത്തിന്റെ കൈ എന്നറിയപ്പെടുന്ന വിവാദ ഗോൾ അടക്കമുള്ള 2 ഗോളുകൾ ലോക പ്രശസ്തമാണ്. 6 ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിച്ച് 60 മീറ്റർ ഓടിക്കയറി നേടിയ 2ാം ഗോൾ നൂറ്റാണ്ടിന്റെ ഗോൾ പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ടു. അർജന്റീനയുടെ തലസ്ഥാന നഗരമായ ബ്യൂണസ് ഐറിസിന്റെ പ്രാന്തപ്രദേശത്തുള്ള ലാനസിൽ 1960 ഒക്ടോബർ 30-നാണ് മറഡോണയുടെ ജനനം. 1977 ഫെബ്രുവരി 27-ന് 16-ാം വയസ്സിൽ ഹംഗറിക്കെതിരെയാണ് രാജ്യാന്തര അരങ്ങേറ്റം. 1978-ൽ അർജന്റീന യൂത്ത് ലോകകപ്പ് ജേതാക്കളാകുമ്പോൾ നായകൻ. 1979-ലും 80-ലും സൗത്ത് അമേരിക്കൻ പ്ലെയർ ഓഫ് ദ ഇയർ ബഹുമതി നേടി. 1982-ൽ ലോകകപ്പിൽ അരങ്ങേറ്റം. 4 ലോകകപ്പ് കളിച്ചു. 1986 ലോകകപ്പിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരവും നേടി.
4 ലോകകപ്പുകളിലായി 21 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകൾ നേടി. അർജന്റീനയുടെ ജേഴ്സിയിൽ 91 രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചു. 34 ഗോളുകൾ. 2010 ലോകകപ്പിൽ അർജന്റീനയുടെ മുഖ്യ പരിശീലകനായി. അർജന്റീനയിലെ ജിംനാസിയ ക്ലബിന്റെ പരിശീലകനായിരിക്കെ 2020 നവംബർ 25-നായിരുന്നു അന്ത്യം. അന്തരിച്ച 4 വർഷം പിന്നിടുമ്പോഴും ലോകമെങ്ങുമുള്ള ഡീഗോ ആരാധകർ മറഡോണയുടെ ഓർമ്മകളിലാണ്. ന്യൂനമർദ്ദം തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച മുതൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും വ്യാഴാഴ്ച ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ട് പുതിയ ഫീച്ചർ അവതരിപ്പിച്ച് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്തവർക്കും UPI പേയ്മെന്റ് നടത്താം. റിപ്പോർട്ട് കാണാം. UPI അക്കൌണ്ട് വ്യക്തികൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ UPI സർക്കിൾ എന്ന ഫീച്ചറാണ് പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു UPI ഉപയോക്താവിന്റെ അക്കൌണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ അനുമതിയോടെയോ അല്ലെങ്കിൽ UPI ഉപയോക്താവ് ചുമതലപ്പെടുത്തുകയോ ചെയ്യുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്ക് ഇത്തരത്തിൽ UPI ഇടപാടുകൾ നടത്താൻ കഴിയും എന്നതാണ് പുതിയ ഫീച്ചറിന്റെ പ്രത്യേകത. പരമാവധി 5 പേരെ UPI ഇടപാടുകൾ നടത്താൻ ഒരു പ്രാഥമിക ഉപയോക്താവിന് അനുവദിക്കാവുന്നതാണ്. സ്വന്തമായി ബാങ്ക് അക്കൌണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൌണ്ട് മാത്രം ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് UPI സർക്കിൾ. ഇതിലൂടെ മുതിർന്ന പൌരന്മാർ, ഭാര്യ, കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ എന്നിവർക്ക് UPI വഴി പണമടയ്ക്കാനുള്ള സൗകര്യം പ്രാഥമിക UPI അക്കൌണ്ട് ഉടമയ്ക്ക് നൽകാം. ഒട്ടുമിക്ക മേഖലകളിലും UPI ഇടപാടുകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ സംവിധാനം ഉപയോഗിക്കാത്തവരും നിരവധിയാണ്. ഇത്തരക്കാരെ ഉദ്ദേശിച്ചാണ് പുതിയ ഫീച്ചറായ UPI സർക്കിൾ അവതരിപ്പിച്ചിരിക്കുന്നത്. UPI ആപ്പ് തുറന്ന് UPI സർക്കിൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആഡ് ഫാമിലി ഓർ ഫ്രണ്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ ചേർക്കുന്നതിന് 2 ഓപ്ഷനുകളാണുള്ളത്. QR കോഡ് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ UPI ID നൽകുക. UPI ID ഓപ്ഷൻ ആണെങ്കിൽ UPI ID നൽകുമ്പോൾ ആഡ് ടു മൈ UPI സർക്കിൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൽ ചേർക്കുന്ന വ്യക്തിയുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടും. ആ വ്യക്തി കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഉറപ്പാക്കണം. ഇതിൽ 2 ഓപ്ഷനുകൾ ലഭിക്കും. സ്പെൻഡ് വിത്ത് ലിമിറ്റ് അല്ലെങ്കിൽ അപ്രൂവ് എവറി പേയ്മെന്റ് എന്നിവയാണ് 2 ഓപ്ഷനുകൾ. ആദ്യ ഓപ്ഷനിൽ ഇടപാടുകൾക്ക് ഒരു പരിധി നിശ്ചയിക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ എല്ലാ ഇടപാടുകൾക്കും അംഗീകാരം നൽകണം. ആവശ്യാനുസരണം ഇതിലൊന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. കേരള സർക്കാർ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ITI പാസ്സായവർക്ക് ജില്ലാടിസ്ഥാനത്തിൽ സ്പെക്ട്രം ജോബ് ഫെയർ നടത്തുന്നു. ഇതിന്റെ ഭാഗമായി ജില്ലയിലെ സർക്കാർ SCDD സ്വകാര്യ ITIകളിൽ നിന്നും പാസ്സായ തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്കായി ചാലക്കുടി ITIയിൽ ഡിസംബർ 5-ന് ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. ഏകദേശം 100 കമ്പനികളും 2000 ഉദ്യോഗാർത്ഥികളും പങ്കെടുക്കും. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് അക്ഷയ കേന്ദ്രം, ജനസേവന കേന്ദ്രം മുഖേന ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ സമയം അനുവദിച്ചതായി തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. കല്ലൂർ നായരങ്ങാടി കുന്നൂടപ്പറമ്പിൽ വീട്ടിൽ രമേശൻ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അമ്പിളിയാണ് ഭാര്യ. അമ്പു, അമൃത എന്നിവർ മക്കളും വൈഷ്ണവി, ബിനു എന്നിവർ മരുമക്കളുമാണ്. നെല്ലായി പന്തല്ലൂർ കരുവാൻ വീട്ടിൽ പരേതനായ മണി മകൻ സുനീഷ് അന്തരിച്ചു. 37 വയസ്സായിരുന്നു. തങ്കമണിയാണ് അമ്മ. സുരാജ്, സുജിത് എന്നിവർ സഹോദരങ്ങളാണ്. കല്ലൂർ ഭരത കുരുതുക്കുളങ്ങര കൂള ഷാബു അന്തരിച്ചു. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിക്കര ടോൾ കരാറുമായി ബന്ധപ്പെട്ട് കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായ നടപടി ടോൾ കരാർ കമ്പനിയെ സഹായിക്കാനാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. സർക്കാർ നടപടിയിൽ വിമർശനവുമായി DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജൻ.
ദേശീയപാത മരത്താക്കരയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ആസാം സ്വദേശി ലോക് ബഹാദൂറാണ് മരിച്ചത്. ദേശീയ വിരവിമുക്ത ദിനം. 19 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും ചൊവ്വാഴ്ച വിരനശീകരണ ഗുളിക നൽകണമെന്ന് ആരോഗ്യമന്ത്രി. കേരള മഹിളാ സംഘം പുതുക്കാട് മണ്ഡലം പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. CPM മറ്റത്തൂർ ലോക്കൽ സമ്മേളനം വാസുപുരത്ത് ആരംഭിച്ചു. ജില്ലാ സെക്രട്ടറി M വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 58,000-ന് താഴെയെത്തി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.